എന്തേ നിർത്തിയത്? എഴുതാൻ മൂട് വന്നുണ്ടോ? നമുക്ക് വീട്ടിൽ പോവാം. എന്നെ സന്തോഷിപ്പിക്കാൻ നീ കണ്ടെത്തിയ സ്ഥലമല്ലേ? ശരിയാ. എന്തോ എനിക്കിപ്പോ പേടി തോന്നുന്നു. അരുതാത്ത എന്തെങ്കിലും നിന്റെ കൃഷ്ണൻ പറഞ്ഞോ? ആരാ നിന്റെ കൃഷ്ണൻ? ഇന്നലെ വരെ എന്റെ കൃഷ്ണന് ആൾരൂപമില്ലായിരുന്നു. എങ്കിലും ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്റെ കവിതകളിൽ. എന്നാൽ ഇന്ന് ഒന്ന് പാട്, ഞാനും കൂടി അറിയട്ടെ അവൻ ആരാന്ന്. നോക്കി പേടിപ്പിക്കാതടി. ഒരു നിമിഷം മതി നിന്നെ എനിക്ക് കായലിലേക്ക് വലിച്ചെറിയാൻ. ഒരു കൃഷ്ണൻ നിന്നെ രക്ഷിക്കാൻ വരില്ല. പാടടി. എന്നെ അപമാനിക്കാൻ നീ പാടിയതാണെങ്കിലും എനിക്കത് കേൾക്കണം. ഞാൻ അറിയാതെ പാടിപ്പോയതാ. വേദനിച്ചെങ്കിൽ മാപ്പ് തരണം. തരാം. അതിനു മുൻപ് പീലി വിടർത്തിയാടുന്ന എന്റെ കൃഷ്ണനെ എനിക്കൊന്ന് കാണണം. മോള് പാട്. കഴിയാഞ്ഞിട്ടാ ചന്ദ്ര. പാടടി. പാടാൻ ഇല്ലേ? ഇല്ല എങ്കിൽ നീ പാടും. നിന്റെ ഒടുക്കത്തെ പാട്ടെന്ന് നീ പാടും. ഒരു പേഷ്യന്റ് അകത്തുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓ, മാഡം. ഇപ്പൊ ചാവെന്ന് പറഞ്ഞ ഇരിപ്പ് എന്തൊരു ബലം. എല്ലാ ടെസ്റ്റിനും കുറിച്ചിട്ടുണ്ട്. പോരാത്തതിന് സ്കാനിങ്ങും ഒക്കെ മൂപ്പർക്ക് ഷെയറുള്ള സ്ഥലമായിരിക്കും. എന്ത് ചെയ്യാം, കൈപ്പുണ്യുള്ള കൈയായിപ്പോയി. ആ കേക്കട്ടെ. പിന്നെ എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് നേരം ശ്രമിച്ചോ? ഇവിടെ എന്തെങ്കിലും വേദന? ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ വേദന കാണണമല്ലോ. ഇല്ല സർ. ഭദ്രയുടെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. സ്റ്റുഡൻസ് ആരോ പറഞ്ഞു അസലായിട്ട് പാടുമെന്ന്. ഏതെങ്കിലും ഫംഗ്ഷന് പാടിയിട്ടുണ്ടോ? ഇല്ല, 1-2 തവണ ഹോസ്റ്റലില്. ആ മതിയല്ലോ. കഴുത കരച്ചിലും പാട്ടാണെന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കാൻ അത് മതി. ആ എന്ത് കരച്ചിലാണെങ്കിലും ഒന്ന് കേൾക്കാം. എനിക്ക് പാടാൻ അറിയില്ലെങ്കിലും ഐ എം എ ലവർ ഓഫ് മ്യൂസിക്. നന്നായി ഞാൻ മ്യൂസിക് കണ്ടക്ട് ചെയ്യും. കാണണോ? ഇനി ഭദ്രയുടെ ടേണാണ്. പാടിക്കോളൂ. കമോൺ സ്റ്റാർട്ട്. 1 2 3 4. ട്രൈ. കമോൺ. കഴിയുന്നില്ല ഡോക്ടർ. താൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. വർത്താനം പറഞ്ഞാൽ പുറത്ത് കേൾക്കുമെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ മതി പാട്ടാകാൻ.
പഠിച്ച പുസ്തകത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിരണോ? സാർ ഞാൻ ഒരുപാട് ശ്രമിച്ചു. നിങ്ങൾ രണ്ടാളും ഡോക്ടർ ശ്യാം സുന്ദറിനെ കണ്ട് ഒരു കൗൺസിലിംഗ് നടത്ത്. താനൊരു കുഞ്ഞിന് ജന്മം കൊടുക്ക്. നിങ്ങൾ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചോ. മനസ്സിലായി? മനസ്സിലായി. ഇനി താമസിപ്പിക്കണ്ട. ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിന്റെ കരച്ചിലൊക്കെ ആകുമ്പോൾ താനേ ശരീരം പഠിക്കുള്ളൂ. പിന്നെ എപ്പോഴാടോ വഴക്കിടാൻ സമയം? മോളെ എഴുന്നേറ്റോ? ആ എഴുന്നേറ്റു. കാപ്പിയും കുടിച്ചു. ആ. എനിക്ക് നിന്നെ കൂടാതെ വേറൊരു മോളോടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാ ഡോക്ടർ ഭദ്ര. ഞാനിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ക്ലിനിക്കിൽ വെച്ച്. എന്താ നിർത്തിയത്? ഞങ്ങളുടെ വീട്ടിലെ ചേച്ചിയുടെ ഒരു ചിത്രമുണ്ട്. അസലൊരെണ്ണം. സാറ് തന്നതാ. എന്തിനാ വെറുതെ വിഷയം മാറ്റണേ? ക്ലിനിക്കിലെ മോളെ കാണാൻ വേണ്ടി ഒരിക്കൽ ഭദ്ര വന്നു. അന്ന് നീ നല്ല മയക്കത്തിലായിരുന്നു. അതങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ എണ്ണി നോക്കണേ? ഒക്കെ റേഷനല്ലേ. 1 2 എണ്ണത്തിൽ തെറ്റിന്ന് വരും. ശരി, ഇതാ കിടക്കുന്നു. നിങ്ങൾ രണ്ടോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ 1 2 പേഷ്യൻസിനെ കണ്ടിട്ട് വരാം. എത്ര എണ്ണം വലിച്ചു തള്ളിയെന്നറിയോ? നീ ഇടയായിട്ട് ഉഴപ്പാണ്. ഒരു കണ്ണ് ഇവിടെ ഗായത്രിയുടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിന്റെ കണ്ണ് റോഡിലും ചുറ്റുവട്ടത്തെ ബാൽക്കണികളിലുമാണ് അല്ലേ? എന്താണ് ഒരു രഹസ്യ വാർണിംഗ്? ഈ മോൾ ഒരു കുഴപ്പവും ചെയ്യില്ല. അച്ഛന് ധൈര്യമായിട്ട് പേഷ്യൻസിനെ പിടിയ കാശും ഉണ്ടാക്കാം. വൈകിയപ്പോ ഞാൻ കരുതി വരില്ല എന്ന്. മോളെ ഭദ്ര പറഞ്ഞറിയാം. ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ടോ? ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയില് മാധവനായുടെ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭദ്ര പറഞ്ഞു തന്നെയുള്ള അറിവാണ്. പക്ഷെ അത് ഇത്രയും മനോഹരമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇവള് വന്നാ സാധാരണ അന്ന് തന്നെ തിരിച്ചു പോവും. ഇന്നങ്ങനെ ആവില്ലല്ലോ. ഒരു ചേഞ്ച് വേണമെന്നുണ്ട്. വരൂ. എന്താ ധൈര്യം ചേച്ചിക്ക് ആ പാറമേൽ നിൽക്കാൻ? ഒരാൺകുട്ടിയെ പോലാ ഞാനിവിടെ വളർത്തിയത്. ഞങ്ങള് കളിക്കൂട്ടുകാരെ പോലായിരുന്നു. 7 വയസ്സുള്ളപ്പോൾ ഇവളെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ അമ്മ. ഞാനൊരു പന്ന പോക്കറി ആയതുകൊണ്ട് ഭാര്യ സൂയിസൈഡ് ചെയ്തെന്നാണ് കഥ. താനും കേട്ടിട്ടുണ്ടാവുമല്ലോ. സത്യത്തിൽ പ്രശ്നം ഞാനും ഗായത്രിയുടെ അമ്മയും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെതായിരുന്നു. ഒരു പെണ്ണെനിക്ക് ഫോൺ ചെയ്താൽ ഒരു സ്ത്രീയെ ഞാൻ അല്പം കൂടുതൽ സമയം പരിശോധിച്ചാൽ വെരുകിനെ പോലെ അവൾ അസ്വസ്ഥയാവും. ഒരു ദിവസം കൺസൾട്ടിംഗ് റൂമിൽ വന്ന് കുറ്റിയടിച്ച് ഉലങ്ങിയിരുന്നു. ഞാൻ പിടിച്ച് പുറത്താക്കി. അതായിരുന്നു പ്രകോപനം. ഗായത്രി മോളാണ് ആദ്യം കണ്ടത്. കത്തിയെരിയുന്ന അമ്മ. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും അമ്മ നിന്നെരിയുന്നുണ്ടാവും. കുറച്ചൊക്കെ മരുന്നും മനഃശാസ്ത്രവും പഠിച്ച ഞാൻ എൻ്റെ മോടെ മനസ്സ് മാത്രം കണ്ടില്ല. ബറോടെ ചിത്രമെടുത്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തില്ല. ക്യാമ്പസിലൊരു വൃക്ഷച്ചോട്ടിൽ കയ്യിലെരിയുന്ന സിഗരറ്റുമായിരുന്ന ചിത്രം വരയ്ക്കുന്ന എൻ്റെ മോളെ ഞാൻ കണ്ടു. ചിത്രം നന്നായിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരിക്കലും അവൾ എഴുതി, അച്ഛനെ കാണിക്കാൻ ഒരാളെ കൊണ്ടിരുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ്, അയാളോടൊപ്പം അവൾക്ക് ജീവിക്കണമെന്നുണ്ടെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു എൻ്റെ മോടെ തൻ്റെ അടുത്ത്. അങ്ങ് ഡൽഹിയിൽ ഭാര്യയും ഒരു മകനുമുണ്ടെന്നറിഞ്ഞ അതേ നിമിഷം അവളവൻ്റെ കരണത്തടിച്ച് പുറത്താക്കി. അത് കണ്ടു നിന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, മിടുക്കി, പെണ്ണായാൽ ഇങ്ങനെ വേണം, നീ അമ്മയെപ്പോലല്ല. പക്ഷേ വാതിലടിച്ച് പൊട്ടിക്കരയുന്ന എൻ്റെ മോളെ കണ്ടപ്പോൾ ഞാൻ നടുങ്ങി. ഞാനാണോ അവളാണോ ആദ്യം മരിക്കേണ്ടത്? ഏത് സംഭവിച്ചാലും ദുരന്തം വളരെ ഭീകരമായിരിക്കും. ഇതൊക്കെ പറയുന്നത് എൻ്റെ ആശ്വാസത്തിന് വേണ്ടി മാത്രമല്ല, ഒരു മഹാദുരന്തത്തിൻ്റെ തുടക്കം എത്ര ചെറുതായിരുന്നു എന്ന് പറയാനാണ്. ഒരു നിമിഷത്തെ സംയമനം, അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ എൻ്റെ ഭാര്യയോട് അന്ന് അത് മാത്രം മതിയായിരുന്നു.
ഇന്ന് നിങ്ങളുടെ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാനുള്ള അതാണ്. എനിക്കറിയാം ചന്ദ്രൻ തന്നെ വളരെ വളരെ സ്നേഹിക്കുന്നു, താൻ അയാളെ. ഇനി ഭദ്ര വയ്ക്കോ. അടുത്ത ആഴ്ച ഹൈദരാബാദിൽ CME ഞാൻ പോകണം. ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനാ. ഭദ്ര ഇടയ്ക്കിടയ്ക്ക് വന്ന് മോളെ കാണണം. അവൾക്ക് വേറെ ആരും കൂട്ടുകാരില്ല. ഓക്കെ? എടുത്തോളൂ. ആ പിന്നെ എന്താ ചന്ദ്ര, എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോ എന്തോ പോലെ. ഛേ, നമ്മൾ തമ്മിൽ ഇതൊന്നും വേണ്ട. കുറെ നാളായില്ലേ നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ട്? ഞാൻ കുറച്ചുനാൾ അവധിയെടുക്കാൻ പോവാ. എന്തിനാ? അതല്ലേ തനിക്ക് വേണ്ടത്. അധികകാലം വേണമെന്നില്ല, ഒരാഴ്ചയെങ്കിലും നിന്നാ മതി. സമ്മതിച്ചു. അപ്പൊ താൻ ലീവ് എടുക്കുന്നില്ലേ? അത് ഇത്രയും ബിസി ആയിട്ടുള്ള ടൈമില് ഇടയ്ക്കെങ്കിലും. agreed. ഏതൊക്കെ കറികളാ ഇഷ്ടം ഒക്കെ മുൻകൂട്ടി പറഞ്ഞേക്കണം. കിച്ചൺ കൺട്രോൾ ചെയ്യുന്നത് ഈ കൈകളാണ്. ഈശ്വര, ഇത് പകരുന്ന രോഗം വല്ല ആണോ? എന്ത്? അല്ല, ഗായത്രിയുടെ രോഗം പകരുന്നതാണോന്ന്. ഒക്കെ കണ്ടോ? വേറൊരു ഭദ്ര ഫുള്ളായിട്ട്. ഫുൾ നെയിം ആയിട്ടാ? ഫുൾ നെയിമോ? ആ, ഭദ്രകാളി, അതാണല്ലോ യഥാർത്ഥ പേര്. ചന്ദ്ര, ഞാനൊരു അമ്മയാവണ്ടേ? ഹലോ, അതെല്ലോ. എവിടുന്നാ? അതിന് ഭദ്ര ഇവിടെ ഇല്ലല്ലോ. അവളും അവളുടെ അമ്മയും കൂടി ഗുരുവായൂർക്ക് പോയിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ. അതെ, അവളുടെ ഹസ്ബൻഡാ സംസാരിക്കുന്നത്. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഹലോ, ഭദ്ര ഇവിടെ ഇല്ല. പ്രൊഫസറിൽ ആരായാലും എന്താ, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. അതിന് എനിക്കൊരു ചുക്കൂല. ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. ഫോൺ വെക്ക്. വെക്കാനല്ലേ പറഞ്ഞത്? ചന്ദ്രൻ എന്താ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞത്? നിന്നെ ഈ രാത്രി ഞാൻ ഒരിടത്തും വിടുന്നില്ല, അതുകൊണ്ട്. ആ ഹോം നേഴ്സ് പറയണതൊക്കെ ഞാനും കേട്ടു. ഗായത്രി എന്തോ അബദ്ധം കാട്ടി, അതും സാർ സ്ഥലത്തില്ലാത്തപ്പോ. ഓഹോ, സകല ജീവൻ രക്ഷിക്കാൻ നീ എന്താ അവതാര സ്ത്രീയോ? വേറെ ഡോക്ടർമാരില്ലേ നാട്ടില്? ഇത്ര സ്വാർത്ഥനാവരുത്. ഞാൻ സ്വാർത്ഥനാണ്. നിന്റെ കാര്യത്തിൽ ഞാൻ 100% സ്വാർത്ഥനാണ്. മറ്റൊരാൾ നിന്റെ മേലെ അവകാശം സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമല്ല. കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായി പറഞ്ഞത്. പക്ഷെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ജീവൻ രക്ഷിക്കാൻ അവിടെ ഓടി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാനിതൊക്കെ പഠിച്ചത്? എനിക്കറിയാവുന്ന എത്തിക്സിന്റെ പ്രൊഫഷൻ ഉള്ളൂ. ഇല്ലാത്ത ജാട പറഞ്ഞ എന്നെ വിഡ്ഢിയാക്കരുത്. വിഡ്ഢിയാക്ക്?
എന്താ ചന്ദ്ര എങ്ങനെയൊക്കെ? നിന്നോട് പലതവണ ചോദിച്ചു നിന്റെ കൃഷ്ണ ആരാന്ന്. എന്റെ കൈകളിൽ കിടന്നുകൊണ്ട് ചിരിച്ചും ചിലപ്പോ കെറിവ് കാട്ടി നീ ഒഴിഞ്ഞു മാറി. ഒരിക്കൽ നീ പറഞ്ഞു നിന്റെ കൃഷ്ണൻ ഒരു ആൾരൂപമില്ലെന്ന്. നിനക്ക് പുഴയാണ് കൃഷ്ണൻ, കടലാണ് കൃഷ്ണൻ, കാറ്റാണ് കൃഷ്ണൻ. കളവാണിതൊക്കെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിഡ്ഢി പിന്നെയും നിന്നെ സ്നേഹിച്ചു. എന്റെ സുഹൃത്തുക്കൾ അടക്കം പറഞ്ഞതില് നിന്റെ കൃഷ്ണന്റെ പേര് ഞാൻ കേട്ടു. ഒരു വയസ്സൻ കൃഷ്ണൻ, നിന്റെ പ്രൊഫസർ. ഓ, ചന്ദ്രന്റെ ഭൂതകാലം തിരയായിരുന്നല്ലേ ഇത്രയും കാലം. സത്യമല്ലേ അറിയണ്ടു? എന്റെ ചെറുപ്പത്തില് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. ചന്ദ്രനെ കല്യാണം കഴിക്കുമ്പോൾ ഞാനൊരു കന്യകയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കതിൽ ദുഃഖമുണ്ട്. കീ ഞാൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോ ഈ രാത്രി വന്നോന്ന് വരില്ല. നിന്നെ തടയാനുള്ള അധികാരം എനിക്കില്ല. അതുകൊണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. ഹലോ, അതെ, ഡോക്ടർ ഭദ്രയാണ്. എവിടെ? പാലസ് ഹോസ്പിറ്റലോ? ചന്ദ്രനെ എപ്പോ? ഞാൻ എന്താ വരുന്നു.